ഉയരെ കഴിഞ്ഞപ്പോഴേക്കും വിചാരിച്ച ഒരു റിസൾട്ട് അതിൽ നിന്ന് വന്നില്ല. ചേട്ടൻ നന്നായിട്ട് അഭിനയിച്ചു ഈ സിനിമ സോണി ഹിറ്റായി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നോക്കും പിന്നെ വേഷങ്ങൾ കിട്ടും എന്നാണോ വിചാരിച്ചത്. പക്ഷെ അത് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഒരു വലിയ ഒരു സങ്കടമൊന്നും ഇല്ലായിരുന്നു അത് ഉണ്ടാവാത്തതിൽ. കാര്യം അത്രയും നാളും ഇല്ല, ഇങ്ങനെ കഴിഞ്ഞപ്പോഴും ഇല്ല. പടം ഒരു 100 ദിവസം ഓടി. പിന്നെ പല വീഡിയോസിലൊക്കെ ആയിട്ട് മറ്റേ എഡിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ വന്നപ്പോ കുറച്ച് ഗമ ഉണ്ടായിരുന്നു. ഉമ്മയെ തന്നെ പ്രമുഖ നടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പേരിലൊന്നും വലിയ കാര്യം അവരൊരിക്കലും കണ്ടിരുന്നില്ല. ഈ ഒരു റിലിജന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ റിലിജനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ കാര്യമുണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല വാപ്പായുമ്മ. അതുകൊണ്ടാവണം ലക്ഷ്മി എന്നൊരു പേര് വന്നത്. നമുക്ക് അബ്യൂസ് എപ്പോഴും അങ്ങനെയാന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു പ്രായത്തില് നമുക്കിത് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് വരുമ്പോ ഇത് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം വരും. ഇനിയിപ്പോ ഇത് ഇങ്ങനെ പുള്ളിക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വെൽക്കം എവരിബഡി ടു ദ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അനാർക്കലി മരക്കാർ. കറക്റ്റ് അല്ലേ? ടങ് ട്വിസ്റ്റർ ആണ്. അനാർക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആൻഡ് ആക്ടർ. ആൻഡ് റീസെന്റ് അനാർക്കലി ഞാൻ കണ്ടത് ആൻഡ് thoroughly എൻജോയ് ചെയ്തത് ഗഗനാചാരി ആൻഡ് മന്ദാരി. വെൽക്കം ടു ദ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ, കരിയർ സ്റ്റാർട്ട് ചെയ്തത് 2016 ഇതാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ആനന്ദം കഴിഞ്ഞിട്ട് അപ്സ് ആൻഡ് ഡൗൺസ് അതിനുശേഷം ശരിക്കും ഒരു ചേഞ്ച് വന്നത് സുലൈമാൻസ് ആൻഡ് then you have Mangaki. How do you encapsulate ഈ ഒരു ജേർണി? എനിക്കിപ്പോൾ അത് കേൾക്കുമ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി മീൻസ് ദ റേസ് എന്ന് പറയില്ലേ, അതുമാതിരിയാണ്. ലൈക്ക് യു ഹാവ് ബീൻ ദേർ കൺസിസ്റ്റൻറ്റ്ലി. പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഒരു റിസൾട്ട് കാണുന്നത്. പ്ലാൻ ചെയ്തിട്ടോ അങ്ങനെ സിനിമയിലേക്ക് വരണം അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെ ഭയങ്കരമായ ആഗ്രഹങ്ങളുള്ള ഒന്നാളൊന്നുമല്ല. സിനിമയില് ഇതുപോലെ ചേച്ചി സിനിമയിലുണ്ടായിരുന്നു, പാപ്പ ഫോട്ടോഗ്രാഫർ, അങ്ങനെ പാപ്പ നാടക നടനായി. അതുകൊണ്ടൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ലൈഫിങ്ങനെ കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ആനന്ദത്തിലേക്ക് കയറുന്നത്. പിന്നെ ഒരു ആഗ്രഹം ഇങ്ങനെ വന്നു. എപ്പോഴും ഇതിനെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. മനസ്സിലായി ശരിക്കും എനിക്ക് ഉയരേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ശ്രദ്ധിച്ചു ക്യാരക്ടർ. പാർവതിയുടെ കൂടെ ആവുമ്പോൾ ഇറ്റ്സ് യു ഹാവ് ടു മാച്ച് അപ്പ് ടു ഹർ ലെവൽ ഓഫ് പെർഫോമൻസ് ഓൾസോ. ഇറ്റ്സ് നോട്ട് ഈസി. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? എനിക്കൊരു അഭിനയിക്കാൻ പറ്റും, അതെ അഭിനയിക്കാൻ വലിയ കുഴപ്പമില്ലാതെ അഭിനയിക്കും എന്ന് എനിക്ക് തോന്നുന്നത് വേറെ കഴിയുമ്പോഴാണ്. അതുവരെ ഞാൻ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എനിക്കൊരു പ്ലാൻ ബി എപ്പോഴും ഉണ്ടായിരുന്നു. എന്താ പറയാ, വേറെ ഒരു ജോലിയൊക്കെ എടുത്ത് ജീവിക്കണം, അങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു ജോലി വേണം, ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് ലൈഫ് പോകണം, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നത്. സിനിമയിൽ ഞാൻ എപ്പോഴും എൻ്റെ ഫുൾ വിശ്വാസം ഞാൻ കൊടുത്തിരുന്നില്ല. അങ്ങനെ ഉയരെ സംഭവിക്കുമ്പോഴേക്കും ഇല്ല ഞാൻ നന്നായിട്ട് അഭിനയിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, പോകാൻ രസമുണ്ട് എന്നൊരു തോന്നില്ല. പിന്നെ പക്ഷെ ഉയരെ കഴിഞ്ഞപ്പോഴേക്കും വിചാരിച്ച ഒരു റിസൾട്ട് അതിൽ നിന്ന് വന്നില്ല. ചേട്ടൻ നന്നായിട്ട് അഭിനയിച്ചു ഈ സിനിമ സോണി ഹിറ്റായി എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നോക്കും പിന്നെ വേഷങ്ങൾ കിട്ടും എന്നാണോ വിചാരിച്ചത്. പക്ഷെ അത് ഉണ്ടായില്ല. പക്ഷെ എനിക്ക് ഒരു വലിയ ഒരു സങ്കടമൊന്നും ഇല്ലായിരുന്നു അത് ഉണ്ടാവാത്തതിൽ. കാര്യം അത്രയും നാളും ഇല്ല, ഇങ്ങനെ കഴിഞ്ഞപ്പോഴും ഇല്ല. അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് ഇങ്ങനെ അപ്പം ഹൗ ഡു യു ഫീൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇറ്റ് വാസ് ആ സിനിമ നടക്കുന്ന സമയത്ത് റിലീസ് ആകുന്ന സമയത്ത് അന്വേഷണ ആ സമയത്തൊക്കെ നല്ലതായിരുന്നു. പിന്നെ ആ അപ്പിന്ന് വീണ്ടും ഡൗണിലേക്ക് തന്നെ പോയി. അപ്പൊ ഇപ്പോഴും പ്ലാൻ ബി ഉണ്ടോ? ഇപ്പൊ ഓഫ് കോഴ്സ് ലീഡ് ക്യാരക്ടേഴ്സ് 2 ചെയ്ത് കഴിഞ്ഞു, ഗഗനാചാരിയും ചെയ്തു, വിച്ച് ഇസ് ഓൾസോ വെരി പോപ്പുലർ. അപ്പൊ ഇപ്പൊ പ്ലാൻ ബി വെച്ചോളൂ ആൾക്കാരുണ്ട്. പ്ലാൻ ബി മറ്റേ ജോലിയില്ല, 9 to 5 ജോബില്ല. പക്ഷെ പ്ലാൻ ബിയെ പറ്റി ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല എപ്പോഴും സിനിമ ഉണ്ടാവും. എസ്പെഷ്യലി നടിമാർ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ പറയല്ലോ, ആ ഫീൽഡ് ഔട്ട് ആയിപ്പോയി നടി, ആ നടി ഫീൽഡ് ഔട്ട് ആയിപ്പോയി,
അപ്പൊ അതെനിക്ക് കേൾക്കണ്ട. അതൊരു പെസിമിസ്റ്റിക് ഔട്ട്ലുക്ക് അല്ലേ? എത്രയോ ഇപ്പം മാറി തുടങ്ങിയില്ല, എത്രയോ ആക്ടേഴ്സ് ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്ത് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു. അതെ, പക്ഷെ ഒരു ആക്ടിങ് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ജോലി ഇങ്ങനെ അങ്ങനത്തെ ഒരു ജോലിയായിട്ട് കണക്കാക്കാൻ പറ്റും. ശരി, ഇൻകം ഉണ്ടാവുന്നില്ല. അത് നമുക്ക് ഇപ്പം പലതരം സ്റ്റോറീസ് ഇറങ്ങുന്നുണ്ട്, പലതരം കഥകൾ ഒക്കെ കേട്ടു, പലതരം കഥാപാത്രങ്ങൾ നമ്മൾ ഏതൊരു പ്രായത്തിലും ചെയ്യാൻ എല്ലാം ഉണ്ട്. പക്ഷെ ഇതില് ഈ ഒരു ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ പഴയ പോലെ അല്ല, സിനിമയായിട്ട് ആൾക്കാർ കൂടുതൽ അടുപ്പമുണ്ട്. ഇപ്പൊ പണ്ടെന്ന് വെച്ചാൽ സിനിമയിലുള്ളവർക്കേ അറിയുള്ളൂ സിനിമയിൽ എന്താ നടക്കുന്നത്. ഇപ്പൊ സിനിമയുടെ പുറത്തുള്ളവർക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് സിനിമയിൽ എന്താ നടക്കുന്നത്. അഭിനയ മോഹമുള്ള ഇഷ്ടം പോലെ ആൾക്കാരാണ്. അപ്പോ അങ്ങനെ ഒരു പോസിബിലിറ്റി കുറഞ്ഞു. നമുക്ക് അങ്ങനെ സിനിമയിൽ ഇപ്പോഴും നിലനിൽക്കാൻ പറ്റും. സിനിമയിലൂടെ നമുക്ക് കിട്ടുന്ന ഫെയിം മണി കൊണ്ട് എപ്പോഴും ഒരു പ്ലാനിറ്റി വേണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭയങ്കര റിയലിസ്റ്റിക്, ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ അനാർക്കലിയുടെ അമ്മേനെ പരിചയപ്പെട്ടിട്ടുണ്ട്, രാജി ചേച്ചി. ആൻഡ് സാധാരണ എന്താണെന്ന് വെച്ചാൽ ഈ അമ്മമാര് സിനിമയിൽ വന്നിട്ടാണ് മക്കള് സിനിമയിൽ. ഇത് മക്കളാണ് ആദ്യം വന്നിരിക്കുന്നത് സിനിമയിൽ, എന്നിട്ടാണ് അമ്മ ഗ്രാൻഡ് എൻട്രി നടത്തുന്നത്. നെപ്പോ മമ്മിയാണ്. ആൻഡ് ദാറ്റ് ത്രൂ കുമ്പളങ്ങി നൈറ്റ്സിലെ അമ്മ. ലാലി ചേച്ചി ഈ കുമ്പളങ്ങി നൈറ്റ്സ് ചെയ്ത് കഴിഞ്ഞപ്പോ വീട്ടിൽ നിങ്ങൾ പെൺകുട്ടികളും ചേച്ചിയും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരുന്നു? ഭയങ്കര വെയിറ്റ് ഇട്ട് നടക്കുകയായിരുന്നു ചേച്ചി? ഇല്ല, അങ്ങനെ ലാലി ചേച്ചി എങ്ങനെ ലാൻഡ് ചെയ്തത് സിനിമയിൽ? അനാർക്കലി വഴിയാണോ? നെപ്പോ മമ്മി ആയതുകൊണ്ട്? മണിയല്ല, എന്റെ സിസ്റ്ററിന് അവിടെ രാജേഷ് മാധർ ആളായിരുന്നു കുമ്പളങ്ങിയുടെ എന്താ ഈ കാസ്റ്റിങ്ങും ഒക്കെ ചെയ്ത പുള്ളി പരിചയം ഉണ്ടായിരുന്നു സിസ്റ്ററിന്. അപ്പൊ അങ്ങനെ ഒരു ഓഡിഷന് പോയിട്ട് ഓഡിഷൻ തന്നെ ചെയ്തിട്ടാ കിട്ടിയത്. ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷെ ഉറപ്പായിട്ടും പുള്ളിക്കാരിയുടെ ചാമും ടാലൻസും കൊണ്ട് തന്നെയാണ് ആ വേഷം കിട്ടിയത്. പടം ഒരു 100 ദിവസം ഓടി, പിന്നെ പല വീഡിയോസിലൊക്കെ ആയിട്ട് മറ്റേ എഡിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ വന്നപ്പോ കുറച്ച് ഗമ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉമ്മയെ തന്നെ പ്രമുഖ നടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഫേസ്ബുക്കിൽ വളരെയധികം സജീവമാണല്ലോ ലാൽ ചേച്ചി, കുറച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ എനിക്ക് ആദ്യം ഞാൻ അനാർക്കലിയുടെ പേര് കണ്ടപ്പോഴാ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാസ് ക്യൂരിയസ് അബൌട്ട് യുവർ നെയിം. പിന്നെ ഞാൻ സിസ്റ്ററിന്റെ പേര് കണ്ടപ്പോ ഇത്രൂടെ ക്യൂരിയസ് ആയി. അപ്പൊ ഞാൻ കുറെ ഡിഗ് ചെയ്തിരുന്നു നേരത്തെ, ഇത് എന്താണ് സംഭവം. അപ്പൊ എനിക്ക് മനസ്സിലായി സിസ്റ്ററിന്റെ പേര് ലക്ഷ്മി എന്നാണ് ഇട്ടിരുന്നത്. ആൻഡ് വാട്ട് വാസ് ഇറ്റ് സർക്കംസ്റ്റൻസ്? എങ്ങനെയാണ് ഈ ലക്ഷ്മി എന്നുള്ള പേര് ഇട്ടത് ഇൻ എ മുസ്ലിം ഫാമിലി? അതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മള് മുസ്ലിം ഫാമിലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പേരിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഫാമിലിയാണ്. അങ്ങനൊരു ഭയങ്കര വിശ്വാസികളല്ല. എന്താ ഞാൻ തീരെ വിശ്വസിക്കുന്നില്ല. വാപ്പ ആണെങ്കിലും വാപ്പയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അങ്ങനത്തെ വിശ്വാസങ്ങളില്ല. അപ്പം എന്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിലും വാപ്പ ഒരിക്കലും മദ്രസയിൽ പോവാനോ ഇഷ്ടമുണ്ടെങ്കിൽ പോകാം, ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. അത് വാപ്പായും ഉമ്മയും ആ കാര്യത്തിൽ ഭയങ്കര ഒരേപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ പേരിലൊന്നും വലിയ കാര്യം അവരൊരിക്കലും കണ്ടിരുന്നില്ല. ഈ ഒരു റിലിജന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നമ്മൾ റിലിജനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ കാര്യമുണ്ടെന്ന് വിചാരിച്ചിരുന്നില്ല വാപ്പായുമ്മയും. അതുകൊണ്ടാവണം ലക്ഷ്മി എന്നൊരു പേര് വന്നത്. അനാർക്കലിയുടെ പേര് വന്നത് സലീം അനാർക്കലി. അതെ അതെ, അതിന് പിന്നെ ഒരു മുസ്ലിം ഉണ്ട്, അതുപോലെ സലീമിന്റെ ആളായതുകൊണ്ട്. പക്ഷെ പിന്നെ ലക്ഷ്മി എന്ന് പറയുന്നത് ഒരു ഭയങ്കര ശരിക്കും അതിന്റെ എല്ലാ ലക്ഷ്മിയുടെ എല്ലാരും ചോദിച്ചിട്ടുണ്ടാവും അല്ലെ? എന്റെ കാസ്റ്റ് മാരേജ് ആണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒട്ടുമല്ല, ഭയങ്കര അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കല്യാണം തന്നെയായിരുന്നു. You are remarkable for several reasons, Anarkali. And എനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയത് ജോഷ് ടോക്ക് ആണ് that you gave. അതിൽ വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരുന്നു. ആൻഡ് വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു അബൌട്ട് അബ്യൂസ്, സെക്ഷൽ അബ്യൂസ് ദാറ്റ് യു ഫേസ്ഡ്. വളരെ ചെറിയൊരു പ്രായത്തിൽ. അത് ആർക്കും എളുപ്പമുള്ള ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു പറയുന്നത് the large number of many of us who have gone through at different stages in our life. അതിപ്പോ ഒരു ബസ്സിലെ സംഭവമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ എന്നായിരിക്കാം. പലതരത്തിലുള്ള അനുഭവങ്ങൾ പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. അനുഭവം അത് കണ്ടപ്പോ എനിക്ക് തോന്നിയ എത്രയോ വർഷം എടുത്തു അനുവിന് അതിനെ കുറിച്ച് തുറന്ന് സംസാരിക്കാൻ.
How difficult was it for you to open up about that particular incident? അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് ഭയങ്കര ലേറ്റ് ആണെന്ന് തോന്നുന്നു. അതുവരെ എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. ഞാൻ അതിന് ഒരു പ്രായം കഴിഞ്ഞപ്പോ അതിനെ അങ്ങ് ഇഗ്നോർ ചെയ്ത് തുടങ്ങിയിരുന്നു. പക്ഷെ ആ സംഭവം നടന്നപ്പോ അമ്മയോട് പോയി പറഞ്ഞിട്ടില്ല, ഉമ്മയോട് പോയി പറഞ്ഞിട്ടില്ല? ഇല്ല, ഞാൻ വരില്ല. കുറച്ചടുത്ത് നിന്ന ഒരാളായിരുന്നു, അതുകൊണ്ട് അത് പറഞ്ഞിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പം എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇത് ശരിക്കും നടക്കുന്നുണ്ട്. ഇതൊരു നമുക്ക് അബ്യൂസ് എപ്പോഴും അങ്ങനെയാണെന്ന് തോന്നുന്നു. നമുക്ക് ആ ഒരു പ്രായത്തില് നമുക്കിത് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് വരുമ്പോ ഇത് സംഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം വരും. ഇനിയിപ്പോ ഇത് ഇങ്ങനെ പുള്ളിക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബാഡ് ടച്ച് ആണെന്ന് മനസ്സിലായ സമയത്ത് ഞാൻ എപ്പോഴും സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്കത് ആരോട് പറയാനൊരു മാനസികാവസ്ഥയില്ല. ഞാൻ കുറച്ച് ഫ്രണ്ട്സിനോട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ച് പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുക എന്നൊരു ഉദ്ദേശമേ എനിക്കത് വേണ്ട. അതിനി ജീവിതത്തിലേക്ക് വരണ്ട. കാര്യം അതൊരു 1-2 വർഷത്തേക്ക് എന്നെ കാര്യമായി അത് ബാധിച്ചിരുന്നു. അപ്പൊ ഇനി അതിലേക്ക് ഒരു തോട്ട് പോകണ്ട. ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കും +1 +2 വരെ അതിനെ ബാധിച്ചു. ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്കും പിന്നെ ഐ ഹാഡ് ലൈക്ക് ബെറ്റർ തിങ്സ് ടു ഡു ഇൻ മൈ ലൈഫ്. ഞാനിങ്ങനെ ഇനി എന്നെ ബാധിക്കത്തില്ല. അപ്പത്തേനും പിന്നെ എന്താ ആ ഒരു അതിൽ നിന്ന് മാറി അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ജോഷ് ടോക്ക് വരുന്നത്. ജോഷ് ടോക്ക് വരുമ്പോ എനിക്ക് പെട്ടെന്ന് അതിനെപ്പറ്റി പറയണം എന്ന് തോന്നി. ഞാൻ ജോഷ് ടോക്ക് സംഭവിക്കുന്നത് തന്നെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോ ഞാൻ ആ ഒരു വിഷയം അങ്ങ് കേറി വന്നപ്പോ ഓപ്പൺ ഉണ്ടോന്നല്ലേ, ഇങ്ങനെ ഓപ്പൺ ചെയ്യത്തില്ലായിരുന്നു ചിലപ്പോ. കാര്യം അത് എനിക്കത് പറഞ്ഞ് ഇതുപോലെ എന്നെ അത് എനിക്കിഷ്ടമല്ല അതെന്നെ ഇങ്ങനെ ബോദർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്ര നാളെ ഞാൻ പറയാതിരുന്നത്. ലാലിച്ചേച്ചിക്ക് പോലും അറിയില്ലായിരുന്നു. അതിന് ശേഷമാണ് ലാലിച്ചേച്ചി. അതെ. അപ്പൊ ഉമ്മാട് പറയുമ്പോഴും ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ഉമ്മാട് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മക്ക് ടെൻഷനും എനിക്ക് ടെൻഷനും ആകെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ആ ഒരു പ്രായത്തില് ഇപ്പൊ ചിന്തിക്കുമ്പോ അത് ഉമ്മാട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റിയിരുന്നേ. പക്ഷെ അന്ന് ചിന്തിക്കുമ്പോ എന്തെങ്കിലും പറഞ്ഞിരുന്ന ഒരു പ്രശ്നമാക്കുന്നത് ഞാൻ തന്നെ അതിനെ ഫീൽ ചെയ്യാം. അതെന്താണെന്നറിയോ, ഇപ്പൊ പലപ്പോഴും മീറ്റു അലിഗേഷൻസ് വരുമ്പോൾ നമുക്ക് കേൾക്കുന്ന കാര്യമാണ്, എന്തുകൊണ്ട് ഈ കുട്ടി ഇത്രയും വർഷം അതിനെ കുറിച്ച് സംസാരിച്ചില്ല, അതുകൊണ്ട് 30 വർഷത്തിന് ശേഷം എന്തുകൊണ്ട് സംസാരിക്കുന്നു? അതിൽ സത്യാവസ്ഥ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അജണ്ട വെച്ചിട്ടായിരിക്കും ആ വ്യക്തി ഇപ്പൊ സംസാരിക്കുക. ഇത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യങ്ങളാണ്. ഒരു സ്ത്രീ ഒരു പെൺകുട്ടി തുറന്നു പറയും. അപ്പൊ ഇപ്പൊ അനുവിന് തന്നെ പറയാലോ, when you hear people say like that about any Me Too allegation അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ സെക്ഷൽ ഹാരസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പറയുമ്പോൾ how do you feel about it? How do you respond? അത്ര എളുപ്പമല്ല അങ്ങനെ അത് തുറന്നു പറയാന്ന് പറയുന്നത്. ഞാൻ തന്നെ അത് തുറന്നു പറയാനൊരു ധൈര്യം സംഭരിച്ചെടുത്തത് കുറെ സമയം കഴിഞ്ഞിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ റിയലൈസേഷൻ വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മളെപ്പോഴും നമ്മളെന്താന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പെട്ടെന്നൊരു സ്വിച്ചിട്ട പോലെ അല്ലല്ലോ. കുറേ സമയമെടുത്താണ് നമ്മളൊരു കാര്യത്തിലൂടെ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് കുറെ സമയം എടുത്തിട്ട്. അപ്പൊ ഇതും അതുപോലെ തന്നെയാണ്. ഇയാള് നമ്മളോട് എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാനും അത് റിയലൈസ് ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനും കുറച്ച് സമയം വേണം. കുറച്ചല്ല, നല്ല സമയം വേണം. ചിലര് അജണ്ട വെച്ച് അത് ചെയ്യുന്നുണ്ടോ എന്നറിയത്തില്ല. നമുക്കൊരിക്കലും അത് പോയി ആ ഒരു ബോർഡറിൽ കിടക്കുക. അത് നമുക്ക് അറിയത്തില്ല. ചിലര് അങ്ങനെ അജണ്ട വെച്ച് ചെയ്യുന്നുണ്ട്. സ്ത്രീകളും ഭയങ്കര നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ മീറ്റു എന്ന് പറയുന്ന ഒരു കേസിൽ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ എന്തുകൊണ്ടാണ് അന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നതിനും ഒരു അർത്ഥമില്ല. കാര്യം അവരെന്തിലൂടെയാണ് കടന്നു പോയത്, ഇത് നമ്മളത് അബ്യൂസ് ചെയ്ത കാര്യമാണെങ്കിൽ പറയുന്നേ.
അത് തുറന്നു പറയാന്ന് വെച്ചാ എന്താ പറയാ, അവരതിനെ പറ്റി സംസാരിക്കുമ്പോ അത് തുറന്നു പറയുമ്പോ ഇത് വീണ്ടും അവർ ഈ ന്യൂസ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ അന്ന് ഉമ്മയോടും ആരോടും പറയാതിരുന്ന വെച്ചാൽ ഇത് എന്നിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല. അത് വീണ്ടും വീണ്ടും അതിങ്ങനെ തിരിച്ചു വരും. അത് എന്തായി, എന്താ ഇതിപ്പം നമ്മൾ ഫേസ്ബുക്കിലൂടെ ഒരാൾ തുറന്നു പറയുമ്പോ പിന്നെ അതിന്റെ കമന്റ്സ് ആയി, ബഹളമായി, ന്യൂസായി, ഇത് വീണ്ടും നമ്മളിലേക്ക് എന്തെങ്കിലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് അപ്പൊ തന്നെ തുറന്നു പറയാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. അതിന് ഒരാൾക്ക് അത് എപ്പോ വേണമെങ്കിലും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇനി പണ്ട് നമ്മുടെ ചെറുപ്പത്തിൽ ഈ വളരെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഈ ഇങ്ങനെ ഒരു ആക്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതാ നമുക്കൊരു ഏതൊരു പ്രായത്തിലായിരിക്കും. ഈ പ്രായത്തിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇത് ഇയാൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാള് നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലും ഇല്ലല്ലോ. ഇപ്പൊ ലക്ഷ്മിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ഭയങ്കര വളരെ ക്ലോസ് ആണെന്ന് അറിയാമെങ്കിൽ ഇപ്പോ പണ്ട് ഭയങ്കര നല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ യു ഗൈസ് ആർ വെരി ക്ലോസ്. ലക്ഷ്മി ഈസ് യുവർ സിസ്റ്റർ. ലക്ഷ്മി ആണെങ്കിലും ലാൽ ചേച്ചി ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ്. എങ്ങനെയാണ് ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അവരെ? ആൻഡ് വാട്ട് ഇസ് ദാറ്റ് ട്രേറ്റ് ദാറ്റ് യു ഹോൾഡ് ഓൺ ടു? ഇഷ്ടപ്പെടുന്ന എന്താണ് ക്വാളിറ്റീസ് ദാറ്റ് യു ഹോൾഡ് ഓൺ ടു ഫ്രം ഈച്ച് ഓഫ് ദീസ് പീപ്പിൾ ഇൻ യുവർ ഇമ്മീഡിയറ്റ് ഫാമിലി? ആൻഡ് അത് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ഉമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര എല്ലാത്തിനെയും പറ്റി ഭയങ്കര നോളജ് ഉള്ള ഒരാളാണ്. എൻ്റെ ഒരു വളർച്ചയിൽ ഞാൻ ഒരിക്കലും ഉമ്മ വെറുതെ ഇരിക്കുന്ന കണ്ടിട്ടില്ല. ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ആള്. ആൻഡ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. പണ്ട് മുതലേ ജോലിക്ക് പോയിട്ടുണ്ട്? ഇല്ല, ഹൗസ് വൈഫാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ പഠിക്കാൻ പോയി. പിന്നെ സകല കുറെ കഴിവുകളുണ്ട് പുള്ളിക്കാരിക്ക്. പുള്ളിക്കാരി ഇതുപോലെ ഒന്നും പഠിക്കാതെയാണ് നമ്മുടെ വീട് ഡിസൈൻ ചെയ്യുന്നത്. വീട് ഒരു മറ്റേ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ ചെയ്ത് ഇതുപോലെ കുറെ പിന്നെ എൻ്റെ ഒരു സർട്ടൻ പ്രായം വരെയുള്ള എൻ്റെ എല്ലാ ഡ്രസ്സുകളും ഉമ്മാനെ തയ്ച്ചോണ്ടിരുന്നത്. ഭയങ്കര രസമുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കും പുള്ളിക്കാരി. അപ്പൊ ഇങ്ങനെ മറ്റേ എല്ലാ ഏരിയയിലും കുറച്ച് ഇങ്ങനെ എല്ലാം പോലൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ തന്നെ കുറച്ച് അഭിനയം പഠിക്കാൻ പോകണം, നാടകം ചെയ്യാനൊക്കെ പോകണം, അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം എപ്പോഴും എല്ലാത്തിനെയും പറ്റി ഒരു അതൊക്കെ കുറെ സംശയങ്ങൾ ഉണ്ടാവില്ല. അപ്പം ഒരു ഭയങ്കര ചെറുപ്പത്തിൽ പോലും അല്ലേ, ഞാൻ എന്താ വളർന്ന സമയത്ത് പോലും എൻ്റെ എല്ലാ സംശയങ്ങളും അവസാനം ഞാൻ ഉമ്മയുടെ ചോദിക്കുന്നത്. കാര്യം ഉമ്മായിക്ക് ഒന്നും അറിയത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. എല്ലാം അറിയാം, പുള്ളിക്കാരിക്ക് എല്ലാം അറിയാം. ഇപ്പൊ ഒരു ഒട്ടും ബന്ധമില്ലാത്ത സയൻസ് സബ്ജക്ട് എന്നൊക്കെ പറയുന്നത്, പക്ഷെ ഒരു സയൻസിന്റെ ഒരു ഇത് ചോദിച്ചാൽ പോലും പുള്ളിക്കാരിക്ക് അത് അറിയാമായിരിക്കും, എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ. ഭയങ്കര നോളജബിൾ. എല്ലാ തരം പുസ്തകങ്ങളും വായിച്ച് അതിനെപ്പറ്റി സംസാരിച്ച് എഴുതി. അതെനിക്കൊരു ഓർമ്മ വെച്ച കാലം മുതല് അങ്ങനെയാണ്. ഉമ്മ രാവിലെ കുക്ക് ചെയ്യും, പിന്നെ വായിക്കും, കുക്ക് ചെയ്യും, വായിക്കും. ഇത് തന്നെ ഒരു പരിപാടി. അപ്പം എനിക്കത് ഉമ്മയിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വായനയിൽ നിന്നും ഉമ്മ ഉണ്ടാക്കിയെടുത്ത കുറെ ഐഡിയോസ്, കുറെ സ്വഭാവങ്ങളുണ്ട്. ഓപ്പൺ ആയിരിക്കും ആരുടെയും ലൈഫിൽ വെറുതെ കയറി ഇടപെടാതിരിക്കുക എന്നുള്ളത്. അപ്പം എല്ലാത്തിനോടും ഒരു ഓപ്പൺ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. ഇപ്പം കിസ് ഓഫ് ലവിന്റെ പണ്ട് നടന്നിരുന്ന കിസ് ഓഫ് ലവ് സമരം, LGBT സമരങ്ങളുടെ ഒക്കെ ഭാഗമായിരുന്നു. അപ്പൊ ഇതിലൊന്നും എനിക്ക് ആ ഒരു പ്രായത്തില്, സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രായത്തില് വെച്ചാൽ ആ സമയത്ത് എനിക്ക് ഇങ്ങനത്തെ ഇപ്പൊ വേറെ ജെൻഡേഴ്സ് ഉണ്ടെന്നും ഈ ജെൻഡേഴ്സ് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരാണെന്നും അവരെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്, അവർ കുഴപ്പമുള്ള ആൾക്കാരല്ല, അവരെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ ജീവിതത്തില് അവരെ ഒപ്പം നിർത്തണം എന്ന് പഠിപ്പിച്ചു തരുന്നത് ഉമ്മയായിരുന്നു. അത് പഠിപ്പിച്ചിങ്ങനെ പറഞ്ഞു തരുമൊന്നുമല്ല, നമ്മളോട് സംസാരിക്കാൻ നമുക്ക് അത് മനസ്സിലാവും. ഉമ്മ ഇങ്ങനത്തെ സമരങ്ങൾക്ക് പോകുമ്പോ ഞാൻ പോയിട്ടുണ്ട്, പല സമരങ്ങൾക്കും എന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് എനിക്ക് ആൾക്കാരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അപ്പൊ ഒരാളെയും ഞാൻ അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാതെ അല്ലാതെ ഒരാളെയും ഞാൻ ജഡ്ജ് ചെയ്യാറില്ല ഒരു കാര്യത്തിലും. അവരെന്താ നമുക്ക് ഒരാള് എങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.
നമ്മളോട് ഒരാൾ വന്നിട്ട് ഒരു ജാട ഇട്ടാൽ തന്നെ ഇയാള് അങ്ങനെ വെറുതെ ഇവരെന്തെങ്കിലുമൊക്കെ ലൈഫിൽ കൂടെ കടന്നു വന്നിട്ടായിരിക്കും അവരങ്ങനെ പെരുമാറുന്നത്. അപ്പൊ നമ്മള് അങ്ങനെ അവര് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഞാൻ ഒരു മനുഷ്യനെയും ആ ഒരു ബേസിസിൽ ജഡ്ജ് ചെയ്യാറില്ല. അത് ലാലി ചേച്ചി ചെയ്യാറില്ലേ? ഇല്ല, ഉമ്മയും ചെയ്തു. ഇപ്പൊ ഉമ്മ എപ്പോഴും ആൾക്കാരെ പറ്റി വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആലോചിക്കാണ് ലാൽ ചേച്ചി കുറെ അനുഭവിച്ചിട്ടുണ്ടോ? കാരണം ആ ഒരു ജനറേഷനില് ഇങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു സ്ത്രീ ഒരു സൊസൈറ്റിയിലാണെങ്കിലും കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ആ ഫ്രണ്ട്സിന്റെ ഏജ് ഗ്രൂപ്പിലാണെങ്കിലും അവിടെ ഒരു എപ്പോഴും ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ഇവരെന്താ ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ പക്ഷെ ഇല്ല, അതുമില്ല. കാര്യം ഒരു നാട്ടുപുറത്തുകാരിയാണ് പുള്ളിക്കാരിയുടെ അച്ഛൻ ഭയങ്കര തീവ്രമായ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പുള്ളി കുറച്ച് തീവ്രമായി അച്ഛൻ. അപ്പം പുള്ളിയുടെ ഒരു മൈൻഡ് സെറ്റിലാണ് ഒരു പ്രായം വരെ ഉമ്മ വളരുന്നത്. പുള്ളി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് വളരുന്നത്. അപ്പം അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിലും ഒരു നാട്ടിൻപുറത്ത് തന്നെ ജീവിക്കുന്നത് കൊണ്ട് ആ ഒരു നാട്ടിൻപുറത്തുകാരിയുടെ സ്വഭാവവും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇപ്പോഴൊക്കെയാണ് ഒരു സ്ഥലത്ത് ചിലപ്പോ ഒരു ഭയങ്കര പുരോഗമനമൊക്കെ പറഞ്ഞു കളയും. പക്ഷെ പണ്ട് അങ്ങനെ ഇല്ലല്ലോ. അത് പണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്പേസിൽ ഒരു പുരോഗമനം പറയാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി ഉമ്മാട് സംസാരിക്കേണ്ടതായിട്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു ഐസൊലേറ്റഡ് ഇതുവരെയും ചോദിച്ചിട്ടില്ല. ഉമ്മയുടെ വാപ്പ വളർത്തിയ പോലെ തന്നെ ഉമ്മായും കുറെ വളർത്തിയിട്ടുണ്ട്. ഉമ്മ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ട് വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ ഇവരും എന്റെ കൂടെ വളർത്തുന്നുണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് ചിന്തകളും ഉണ്ട്. ഇതിനെ രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോഴും എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങില് ഒരു ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്ന ആളോടും ഭയങ്കര സൗഹൃദപരമായിട്ടാണ് അവരോട് ഇരിക്കുന്നതും ഇടപെടുന്നതും ഡീൽ ചെയ്യുന്നതും ഒക്കെ. അപ്പം അങ്ങനെ ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഉപ്പയോ വാപ്പ എനിക്കൊന്ന് വാപ്പ അങ്ങനെ എളുപ്പം ഡീൽ ചെയ്യാൻ പറ്റിയൊരു മനുഷ്യനല്ല. ഉമ്മയായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു, ഭയങ്കര ക്ലോസ് എല്ലാം പറയുന്ന ഒരാളായതുകൊണ്ട് തന്നെ വാപ്പയെ തീരെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തോന്നിയത്. ആക്ച്വലി മറ്റപ്പന്മാരെ വെച്ച് നോക്കുവാണെങ്കിൽ നമ്മള് ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ അച്ഛന്മാരെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞാലും വാപ്പ ആക്ച്വലി ഭയങ്കര കൂൾ ആയിട്ടുള്ള ഒരാളാണ്. ഫോട്ടോഗ്രാഫർ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ലൈക്ക് സ്ട്രിക്റ്റ്? അതെന്ന് വെച്ചാൽ വാപ്പ അത്ര സ്ട്രിക്റ്റ് അല്ല, ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ ഇങ്ങനെ ഒരു വരച്ച വരെ നിർത്തുന്ന ഒരാളല്ല. പക്ഷെ ഉമ്മ സൂപ്പർ കൂളായി പോയതുകൊണ്ട് നമുക്ക് ഉമ്മയെ ഡീൽ ചെയ്യുമ്പോൾ പുള്ളി കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് തോന്നും. അങ്ങനെ ഒരു പക്ഷെ ഒരു അങ്ങനെ സ്ട്രിക്റ്റ് അല്ല ഉമ്മ. വാപ്പ എന്താ പറയുക, വലിയ കണ്ണുകളാ വാപ്പയ്ക്ക്. ഒരു ദേഷ്യം വരുമ്പോ കൊണ്ടൊക്കെ ഇങ്ങനെ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ചെറിയ പിള്ളേരെയൊക്കെ പേടിപ്പിക്കുന്നത് വാപ്പായെ കാണിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു രൂപമുണ്ട്, മറ്റേ ഇങ്ങനെ ദേഷ്യം വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്കൊരു പേടി വരും. അതല്ലാതെ ഈ ചെറിയൊരു ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഭയങ്കര പുരോഗമനം ഉള്ള ഒരാളായിരുന്നു. നമ്മുടെ ഡ്രസ്സിങ്ങിലും ഇപ്പൊ ഞാൻ എന്താ പഠിത്തത്തിലും ഇന്നത് പഠിക്കണം, ഇന്നത് പഠിക്കാൻ പാടില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നീ എന്താ പഠിക്കാത്തത്, നിനക്ക് നാളെ എക്സാമില്ലേ, പഠിക്കണ്ടേ എന്ന് പോലും പാപ്പ ചോദിച്ചിട്ടില്ല. ആ കാര്യത്തില് ഭയങ്കര ഒരു കാര്യത്തിലും ഇടപെടാൻ വന്നിട്ടേ ഇല്ല വാപ്പ തീരെ. എനിക്ക് വാപ്പ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് ഉറപ്പായിട്ടും പുള്ളി സക്സസ്ഫുൾ ആണ്. പുള്ളിയുടെ ഏരിയയില് പുള്ളിയുടെ ജോലിയിൽ പുള്ളി സക്സസ്ഫുൾ ആണ്. അപ്പൊ ഒരു സക്സസ്ഫുൾ ഫാദർ ആണ് എനിക്കുള്ളത്. അപ്പൊ അതില് എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നു. ആൻഡ് എല്ലാ കാര്യത്തിലും ഭയങ്കര വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ എന്നെ ഡയറക്റ്റ് ചെയ്ത കുറെ വഴികളുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ഉമ്മാടെ വഴിയെ സ്വീകരിച്ചിട്ടിരുന്നു. എനിക്കിപ്പം എത്ര കാശുണ്ടെങ്കിലും ഞാൻ അതത്രയും ചെലവാക്കത്തില്ല. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് എത്ര കാശുണ്ടെങ്കിലും ഞാൻ ചെലവാക്കത്തില്ല. ഞാൻ അതിന്റെ ഒരു പകുതി ചെലവാക്കിയിട്ട് എന്റെ പകുതി സേവ് ചെയ്യും. വാപ്പ എന്തെങ്കിലും വാങ്ങിക്കാൻ പറയാം, അപ്പൊ പറയും വൈ ദ ബെസ്റ്റ്. ഇപ്പൊ എനിക്ക് ആകെ കുറച്ചിപ്പോ ഞാൻ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ ആപ്പിളിന്റെ ലാപ്ടോപ്പ് വാങ്ങിക്കും എന്ന് പറയും. അപ്പൊ അതിന്റെ ബെസ്റ്റ് വാങ്ങിക്കണം. അങ്ങനെ സേവിങ്ങിലല്ല, നമ്മള് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ആണ് നോക്കണ്ടേന്ന് പറയും. നമ്മളൊരു നടിയാണ്. അപ്പൊ ആ ഒരു നടിയുടെ പ്രൗഢിയിൽ
ജീവിക്കണം എന്ന് പറയാം. ഞാനിങ്ങനെ ഇല്ലേ, ഞാൻ നടിയാണെങ്കിൽ ഞാൻ ഒരു കോമൺ പേഴ്സൺ ആണ്, ഞാൻ അങ്ങനെ നിൽക്കുള്ളൂ എന്നൊരു ഞാൻ ചിലപ്പോ അങ്ങനെ ജീവിക്കുന്നോണ്ട് തന്നെ ഒരു ആക്ട്രസിന്റെ ജീവിതം എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരനപ്പോ അങ്ങനെ എന്താ പറയാ, അങ്ങനെ നമ്മളെപ്പോഴും അവൈലബിൾ ആവരുത്, വെറുതെ പുറത്തേക്ക് ഇറങ്ങി നടക്കരുത്, ഞാൻ പറയാം. അപ്പൊ പുള്ളിക്കപ്പോ വ്യക്തമായ ധാരണ. അപ്പൊ ഞാൻ വാപ്പ എപ്പോഴും ഇങ്ങനെ പറയുന്നതുകൊണ്ട് അപ്പം ഞാനത് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി പറഞ്ഞതിൽ ഭയങ്കരമായ കാര്യം ഉണ്ടായിരുന്നു. ഒരു ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ നമ്മള് ഒരു ഫെയിം കിട്ടുമ്പോ നമ്മളതിന് എപ്പോഴും പുറത്തിറങ്ങി എപ്പോഴും ആൾക്കാർക്ക് അവൈലബിൾ ആയിട്ട് ഇരിക്കരുത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താ പറയാ, എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടൊന്നും പെരുമാറുന്നുണ്ട്. ഞാനൊരു പ്രായം വരെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ ആരെങ്കിലും എന്നെ മീറ്റ് ചെയ്യാൻ വരുമ്പോഴും, ഒരു ഉദ്ഘാടനത്തിന് പോവാണെങ്കിൽ തന്നെ, ഒരു ഉദ്ഘാടനത്തിന് എന്തൊരു കോളേജ് പ്രോഗ്രാം, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആവും പിള്ളേരൊക്കെ ആയിട്ട്. കാര്യം ഞാൻ എന്റെ കൂടെ ഉള്ള ഒരാൾക്കാർ, എന്റെ ഫ്രണ്ട്സിനെ പോലെ ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കാര്യം ഇവര് നമ്മളെ എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ ഇതിലേക്ക് അഡ്വാൻറ്റേജ്. അപ്പൊ ഇത് പണ്ട് പാപ്പ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ ഇത് പറഞ്ഞു തരുമ്പോ എനിക്ക് പാപ്പ പുച്ഛമായിരുന്നു. പക്ഷെ അത് പിന്നെ ഞാൻ ആലോചിക്കുമ്പോ ശരിയാ, അങ്ങനെ തന്നെ ആയിരുന്നു വേണ്ടത്. ആൻഡ് ഹൗ അബൌട്ട് ലക്ഷ്മി? ലക്ഷ്മി എനിക്ക് ഭയങ്കര സ്ട്രോങ് ഫിഗർ ആയിട്ടാണ് തോന്നുന്നത്. അതെ അതെ, പുള്ളിക്കാരിയാണേലും ഉറപ്പായിട്ടും ഒരു ചേച്ചി എന്ന നിലയിൽ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. എന്നെ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി ഇൻസ്പയർ ചെയ്ത് ഇപ്പോഴാണ്. പുള്ളിക്കാരി ഒരു ഇടയ്ക്ക് ഒരു ഭയങ്കര ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായതിനു ശേഷം ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ഒരു എന്താ പറയാ, ഒരു ഡെയിലി ബേസിസില് ഫിറ്റ്നസ്, ഫുഡ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് എന്താ യോഗ അങ്ങനത്തെ കാര്യങ്ങൾ ഷീസ് ഇൻ എ മച്ച് ബെറ്റർ പ്ലേസ്. ആ ഒരു ഡെഡിക്കേഷൻ എന്ന് വെച്ചാൽ പണ്ട് മുതൽ ആ ഡെഡിക്കേഷൻ ഉണ്ട്. ഒരു കാര്യം ഒരു അച്ചീവ് ചെയ്യണം പോയി കഴിഞ്ഞാൽ, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർക്കും. അതൊരു എൻ്റെ ഇപ്പൊ ഞാൻ ഒരു ഫിറ്റ്നസ് ജേർണി തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ നടുക്ക് വെച്ച് പിന്നെ എന്തൊരു കേക്ക് കഴിക്കാന്നൊക്കെ തോന്നല് വരും. പക്ഷെ പുള്ളിക്കാരി തുടങ്ങി അത് ഭയങ്കര വിൽ പവറാണ്. പുള്ളിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർത്തിരിക്കും. അങ്ങനെ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് ഭയങ്കര എന്താ, ഈ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്, അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും ചെയ്യാന്ന് ഇപ്പോഴേ ഒരു ഐഡിയ ഉള്ളൊരു ആളാണ്. എനിക്കത് തീരെയില്ല. ഞാൻ ആ ലിവിങ് ദ പ്രസന്റ്. ഇപ്പൊ എങ്ങനെ പോകുന്നോ അതിനെങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് പോകുന്ന ആളാണ്. പക്ഷെ പുള്ളിക്കാരി കുറച്ച് ആങ്സൈറ്റി കൂടുതലായതുകൊണ്ട് ആവണം ആ ഒരു ആങ്സൈറ്റി എപ്പോഴും ഇങ്ങനെ വർക്ക് ചെയ്തോണ്ട് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഒരു ആ ആങ്സൈറ്റി വർക്ക് ചെയ്യുന്നതുകൊണ്ട് കേക്ക് കഴിച്ചാൽ അതിനും വലിയ ആങ്സൈറ്റി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കി ഭയങ്കര ഡെഡിക്കേറ്റഡ് മുന്നോട്ട്. അപ്പൊ അത് ഇൻസ്പയർ ചെയ്യുന്നത്. ഇതല്ലാതെ ഒരു വ്യക്തിയും കൂടി ഉണ്ടല്ലോ, എന്റെ ഉമ്മയെ പോലെ തന്നെയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. അപ്പൊ ലൈക്ക് എക്സാക്ട്ലി ലൈക്ക് ഉമ്മ. അപ്പൊ ഭയങ്കര എല്ലാ കാര്യങ്ങളും എനിക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് ഉമ്മ തന്നെയാണോ എന്ന് തോന്നാറുണ്ട്. അപ്പൊ ചിലപ്പോ അതുകൊണ്ടാവാം ഇവര് രണ്ടുപേരും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അമ്മയുടെ ലൈഫില് ഒരു വലിയൊരു സംഭവം നടക്കുന്നത്. അപ്പൊ ഞാനോ എന്റെ സിസ്റ്ററോ കല്യാണം കഴിക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ കല്യാണം കഴിക്കുന്നത്. അതായത് ഒരു വലിയ സംഭവം, അതിനെ വിറ്റ്നസ് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മള് പോയില്ലെങ്കിലല്ലേ അത് പ്രശ്നം. നീ വരണ്ട, നീല് വന്നോട്ടെ, ലക്ഷ്മി വന്നോട്ടെ, ഞാൻ വരണം. അതൊന്നും സോ അപ്പാരന്റ്ലി വാപ്പയ്ക്ക് 2-3 കല്യാണം മുടങ്ങിപ്പോയി ഞാൻ കാരണം.